ഏറ്റുമാനൂരിൽ ആത്മഹത്യ ചെയ്ത ഷൈനിക്കും മക്കൾക്കും നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികളുടെ പ്രതിഷേധം. തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിലാണ് വിശ്വാസികൾ പ്രതിഷേധിച്ചത്. ഷൈനിയെയും മക്കളെയും അടക്കം ചെയ്തിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. കുർബാനയ്ക്ക് ശേഷം പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് വിശ്വാസികൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ ഗാർഹിക പീഡനത്തിന് കേസെടുക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ മരിച്ച ഷൈനിക്കും മക്കൾക്കും ആ വീട്ടിലൊരു അച്ഛനുണ്ട്, ബോബി. ആ ബോബി അച്ഛൻ വിചാരിച്ചാൽ ഈ പ്രശ്നം മുഴുവൻ തീർന്നാനെ. അച്ഛനൊരു വൈദികനല്ലേ. ഈ അച്ഛൻ ബാക്കിയുള്ള കുംസാരക്കൂട്ട് കയറിയൊന്ന് കുംസാരിപ്പിക്കുകയും ബാക്കിയുള്ള എല്ലാ ഓരോ ഇടവിലും പോയി അവർക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ എന്തുകൊണ്ട് നേർവഴിക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല? ഇനി അഥവാ ഇദ്ദേഹത്തെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തെ ഞങ്ങളുടെ രൂപതയിൽപ്പെട്ട ഇഷ്ടം പോലെ വേറെ വൈദികരണമായിരുന്നു. അവരെ വിളിച്ച് ഇവരെ വീട്ടിലൊരു കൗൺസിലിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവരെ മാറ്റി പറപ്പിക്കുകയോ എന്തുകൊണ്ടും ചെയ്തില്ലായിരുന്നു. ഇവരെ ഈ വീട്ടിൽ നിന്ന് മാറ്റി വേറൊരു വീട് എടുത്ത് താമസിപ്പിക്കുന്നതിലായിരുന്നു. എങ്കിൽ ഈ അമ്മയും മക്കളും ഇപ്പോൾ നഷ്ടപ്പെടുമായിരുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഷൈനിക്കും മക്കൾക്കും നീതി ലഭ്യമാക്കണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. നീതിയൊക്കെ കണക്കാം, തെളിവൊന്നുമില്ലല്ലോ. ആൾ മരിക്കാണ്ട് മരിച്ചു, എവിഡൻസ് ഒന്നുമില്ല. എവിഡൻസിനനുസരിച്ചല്ലേ ശിക്ഷ വരുള്ളൂ. അവിടെ കഴിയുമ്പോൾ കുറേ ദിവസം ജയിലിൽ കിടക്കുക, അതിന് ജാമ്യം തന്നെ ആൾ പുറത്താകും. കേസിൻ്റെ വഴിക്ക് തന്നെ പോകും. ഒന്നും നടപടിയൊന്നുമില്ല. ഇതിനുള്ള കീഴ്വഴക്കങ്ങളൊക്കെ അങ്ങനെയാണുള്ളൂ. പ്രാർത്ഥനയോടെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാർഡ് കൗൺസിലർ മെർലി രാജു ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു.